ഈ അടുത്ത് നടന്ന ഒരു സംഭവം നിങ്ങൾക്കറിയുമോ? സുഹൃത്തുക്കളെ പഠിക്കാൻ വിട്ടു, MBBS ആയി. ആ കുട്ടിക്ക് ഒരു MBBS കാരി തന്നെ കിട്ടി വധുവായിട്ട്. അവർ കല്യാണത്തിന് മുമ്പ് തന്നെ ഒരു ടൂർ പാക്കേജ് അറേഞ്ച്മെന്റ് ചെയ്തു. കല്യാണത്തിന് മുമ്പ് പോകാൻ പറ്റുമോ? പോയി, റൂം എടുത്തു. തിരിച്ചു വന്നപ്പോൾ പ്രഗ്നന്റ് ആയിട്ടാ തിരിച്ചു വന്നത്. സുബ്ഹാനല്ലാഹ്, ആ കുഞ്ഞിനെ കാണുന്നതിന് മുമ്പ് തന്നെ ഡൈവോഴ്സും നടന്നു, തലാഖും നടന്നു. ഇതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയും മക്കളും. നോക്കൂ, ഒരു പ്രിയപ്പെട്ട മകനെ പഠിക്കാൻ വിട്ടു ബാംഗ്ലൂരിലേക്ക്. ആ കുട്ടി അവിടെ മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റായി. ആ കുട്ടി ഒരു കടാരയും കൊണ്ടുവന്നു. അതിൻ്റെ മൂർച്ച നോക്കിയത് ഉമ്മയുടെ നെഞ്ചത്താണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. സോഷ്യൽ മീഡിയ, സുഹൃത്തുക്കളെ, മൊബൈൽ. എന്താണ് ഇതിന് പരിഹാരം? ഞാൻ ഇന്നലെ ഒരു പ്രസംഗം കേട്ടു. അതിൽ പറയുകയാണ്, വേറെ ഒന്നുമല്ല, അതിനെ നിയന്ത്രിക്കുക, അതിനെ കൂട്ടത്തിൽ കൊണ്ടു നടന്നാൽ. സുഹൃത്തുക്കളെ, ഇന്നലെ ഒരു ഉസ്താദ് പറയുകയാണ്, ഞാൻ ദിവസം 3 ജുസു ഓതുന്ന ആളായിരുന്നു. ഇന്ന് എനിക്ക് 3 പേപ്പർ ഓതാൻ കഴിയുന്നില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലാണ്. നിങ്ങളല്ല ഈ ഉസ്താദല്ലേ? അത് ഞാനായാലും നിങ്ങളായാലും സമയം കൊല്ലിയാണ് നമ്മുടെ ഈ വലിയ ഫോണ്, അല്ലേ? ഈ വലിയ ഫോണ്. ഞാൻ 20 കൊല്ലം മുമ്പ് ഒമാനി ചെന്നപ്പോ സമസ്തയുടെ സന്തത സഹചാരി നമ്മുടെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ കുഞ്ഞാജി മാന്നാർ 200 പെൺകുട്ടികളെ വഫിയ കോഴ്സ്, ഇപ്പൊ സനായി കോഴ്സാണല്ലോ, അദ്ദേഹം ഒറ്റയ്ക്ക് പഠിപ്പിക്കുന്നുണ്ട്. 200 കുട്ടികൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുത്തുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ മാന്നാറിൽ. അത്ര വലിയ മുതലാളിയാണ് അദ്ദേഹം. എനിക്ക് തന്നത് എന്താണെന്നറിയോ? ആദ്യം അന്ന് ഒമാനി ചെന്നപ്പോ ഒരു തടിച്ച മൊബൈലാണ്. അന്ന് ആർക്കും മൊബൈലില്ല. ഞാൻ ഈ മൊബൈലുമായിട്ട് ഇങ്ങനെ പോവും, ഇടയ്ക്കിടയ്ക്ക് വല്ല കോളും വരും. അപ്പൊ ഇങ്ങനെ അന്ന് കുറച്ച് പൊങ്ങച്ചൊക്കെ കാണിച്ചു. പിന്നെ ഇപ്പം വന്ന് തടിച്ച മൊബൈൽ ആർക്കും വേണ്ട. ഇപ്പൊ ഇതുപോലെ മെലിഞ്ഞ മൊബൈലാ, അല്ലേ? ഇതിന്റെ പേരെന്താ? ആൻഡ്രോയിഡോ? ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, കോള് വന്നാൽ സ്വീകരിക്കണം, തിരിച്ചു മറുപടി പറയണം, മെസ്സേജ് വിടണം. ഏറ്റവും അത്യാവശ്യം എല്ലാം സാധാ മൊബൈലിലുണ്ട്. ഇപ്പോഴത്തെ മൊബൈലിന്റെ അവസ്ഥ എന്താ? പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കറിക്കത്തി കൊണ്ട് നമുക്കൊരാളെ പോറലേൽപ്പിക്കാൻ സാധിക്കും. നമുക്ക് അല്ലാഹു തന്ന പച്ചക്കറികൾ അരിയാനും പറ്റും. ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇതുകൊണ്ട് എത്രയോ ഉമ്മപെങ്ങന്മാർ അടുക്കളയിൽ സ്വലാത്ത് കേട്ടുകൊണ്ട് അവർ കറിയുണ്ടാക്കുന്നു, അവർ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ എന്താ? സിംസാറുൽ ഹഖ് ഉസ്താദിന്റെ പ്രസംഗം, ഷമ്മാസ് ഉസ്താദിന്റെ പ്രസംഗം, കബീർ വാഖവി ഉസ്താദിന്റെ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും അടിയിൽ അർദ്ധനഗ്നയായ പെണ്ണിന്റെ ഡാൻസ്. അപ്പൊ ഇബ്ലീസ് പറയും, ശകലം നോക്ക്, അടഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാൽ മതി, കാരണം റജബല്ലേ എന്ന് പറയും. ഉസ്താദ് പള്ളിയിൽ പറയും, റജബില് ആവശ്യമില്ലാത്ത സിനിമ എന്ന് കാണാന്ന് പറയും. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണെന്ന്. മുങ്ങുന്ന കപ്പലിലാണ് നമ്മുടെ കുട്ടികളുള്ളത്. എൻ്റെ പൊന്നു മക്കളോട്, +2-നും ഡിഗ്രിക്കും പഠിക്കുന്ന മക്കളോട്, അതുപോലെ തന്നെ മറയുടെ പുറകിലിരിക്കുന്ന എൻ്റെ പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ ജുമാ കഴിഞ്ഞ് ഞാൻ ഇരാറ്റുപേട്ടയ്ക്ക് വരികയാണ്. കൊല്ലം ടൗണിൽ നിന്നും മെമുവിലാണ് യാത്ര. 25 രൂപ മതി. കൊല്ലം മെമു, എറണാകുളം വരെയുള്ള മെമു. ആ മെമുവിൽ വരുമ്പോ എൻ്റെ തൊട്ടടുത്തൊരു മുസ്ലിം പെൺകുട്ടി ഇരിക്കുന്നുണ്ട്, തട്ടമൊക്കെ ഇട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ആരെയോ വിളിക്കുന്നു. പെട്ടെന്ന് അതാ ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ വന്ന് അവളുടെ അടുത്തിരുന്നു. അപ്പോ ഞാൻ വിചാരിച്ചു ബോയ് ഫ്രണ്ട് ആയിരിക്കുമെന്ന്. ബോയ് ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ആങ്ങളെ പോലെ അല്ല, ആങ്ങളമാരങ്ങനെ നോക്കൂ, തോളത്ത് കൈയിടുന്നു. പിന്നെ സുഹൃത്തുക്കളെ, ചങ്ങനാശ്ശേരി തിരുവല്ലയൊക്കെ കഴിഞ്ഞ് ചിങ്ങവനം വരെ പിന്നെ ആലിംഗനവും ചുംബനങ്ങളും കൊണ്ട് ആ പെൺകുട്ടിയെ വീർപ്പ് മുട്ടിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ആ സമയത്ത് തട്ടമൊക്കെ നീങ്ങി. അതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ആ പെണ്ണ് പറയുന്നുണ്ട്, ഉസ്താദ് ഇരിക്കുന്നു. ആരാ ഉസ്താദ്? ഷമ്മാസ് ഉസ്താദ്. വീട്ടിൽ നിറങ്ങുമ്പോ നല്ല ഫർദ ധരിച്ച കൊച്ച്, വീട്ടിൽ നിറങ്ങുമ്പോ നല്ല മഫ്ത ധരിച്ച കൊച്ച്. സുഹൃത്തുക്കളെ, ട്രെയിനിൽ വെച്ച് ഇതാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. പൊന്നു പെങ്ങളെ, അവസാനം നിങ്ങളെല്ലാം സൂക്ഷിക്കുന്ന ചാരിത്രം കൂടി അവൻ കവർന്നെടുത്തിട്ട് നിങ്ങളെ പിഴിഞ്ഞ ചണ്ടി പോലെ ഉപേക്ഷിക്കും. അള്ളാഹു കാക്കട്ടെ.
അള്ളാഹു കാക്കട്ടെ. എന്താ ആമീൻ പറയാത്തത്? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഉസ്താദിന് നേരം വെളുത്തിട്ടില്ല എന്നല്ലേ? അല്ലേ? എല്ലാവർക്കും നേരം വെളുത്തു. പടച്ചോൻ കാക്കട്ടെ. എന്റെ മോൾക്കും നാളെ ഈ അവസ്ഥ വരാൻ മേലെ വരാവില്ലേ? അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മക്കളെ പഠിപ്പിക്കണം. പക്ഷേ പഠിപ്പിക്കാൻ വിടുമ്പോൾ അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. അതിനെ നാം സൂക്ഷിക്കണം. ഉമ്മയ്ക്ക് ഇതിൽ വലിയ റോളുണ്ട് കേട്ടോ, അല്ലേ? അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ഖൗമൻ ത്വയ്യിബൽ അഅറാഖി. ഉമ്മയാണ് അംഗൻവാടി, ഉമ്മയാണ് മദ്രസ. ഉമ്മ, നിന്റെ മോളെ നീ സ്നേഹിക്കണം. മകളോട് പറയണം, വഴിയിൽ പതുങ്ങിയിരിക്കുന്ന ചതിവുകളെ. നമ്മളെന്തിനാ നമ്പർ കൊടുക്കുന്നേ? നമ്മളെന്തിനാ കാമുകനെ? അങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് ഇല്ല. നമ്മുടെ ബോയ് ഫ്രണ്ട്, നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്നവനാണ് നമ്മുടെ ബോയ് ഫ്രണ്ട്. അവനെ നാം സ്നേഹിച്ച് അവനോടൊപ്പം ലൈഫ് എൻജോയ് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വഴിയിലും ക്യാമ്പസിലും കോളേജിലും കാണുന്നവനല്ല നമ്മുടെ ബോയ് ഫ്രണ്ട്. നല്ല രൂപത്തിൽ അൽഹംദുലില്ലാഹ് മാതാപിതാക്കൾ സെലക്ട് ചെയ്യുന്നവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ആ മകനും ആ മരുമകനും ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ, അവര് വീട്ടിൽ കടന്നു വരുന്നത് കാണുമ്പോൾ ആർക്കാണ് സന്തോഷം വരാത്തത്?